അതിന്റെ ഒരു പരിണിത ഫലമായിരുന്നു ഇയ്യാക നസ്തഈൻ മാത്രം കട്ടത്. അതും അതിന്റെ ഭാഗം. ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ എന്നതിന് ലോക മുസ്ലിമീങ്ങൾ 114 കാലം പറഞ്ഞ അർത്ഥം അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, വഇയ്യാക നസ്തഈൻ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നായിരുന്നുവല്ലോ ലോക മുസ്ലിമീങ്ങൾ 114 കാലമായി പറഞ്ഞു വന്ന വിശദീകരണം. ആ വിശദീകരണം തട്ടിമറിച്ച് അതിൽ നിന്നും മാത്രം എടുത്തു കളഞ്ഞു ഇവർ. എന്തിന് നമ്മുടെ മേൽ ശിർക്ക് വെച്ച് കെട്ടാൻ, നമ്മളെ ശിർക്കിന്റെ അഹ്ലുകാരാക്കാൻ ജിന്നിനോട് തേടിയാൽ ഏത് തേട്ടവും ശിർക്കാണെന്ന് പറഞ്ഞ് നമ്മുടെ മേലേക്ക് വെച്ച് കെട്ടി നമ്മെ ശിർക്കിന്റെ അഹ്ലുകാരാക്കി ചിത്രീകരിക്കാൻ വേണ്ടി ഇവര് ഇയ്യാക നസ്തഈനിൽ നിന്ന് മാത്രം വിട്ടു സാക്ഷാൽ ഖുബൂലിസം. ഖുറാഫികൾ പറഞ്ഞ എന്താ? ഖുറാഫികൾ പറഞ്ഞത് മാത്രം എന്ന് പറയണ്ട, അല്ലാഹുവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറഞ്ഞാൽ മതി. അത് MP മുസ്തഫ ഫൈസിയുടെ ഖുർആൻ പരിഭാഷയിൽ അയാൾ എഴുതി പിടിപ്പിച്ചു. മുജാഹിദുകൾ നാടുനീളെ അത് പൊക്കിക്കാണിച്ച് ചോദ്യം ചെയ്തു. എവിടെ പോയി മാത്രം എന്ന് ചോദിച്ചു. അവസാനം ആ മുസ്തഫ ഫൈസി കാസർഗോഡ് നടത്തിയ മുഖാമുഖത്തിൽ വെച്ച് അയാൾ പോലും തുറന്ന് സമ്മതിച്ചു, യഥാർത്ഥത്തിൽ മാത്രമുണ്ട് എന്ന് സമ്മതിച്ചു. കേട്ടോളൂ നിങ്ങൾ മുസ്തഫ ഫൈസിന്റെ ആ ക്ലിപ്പ്. കാരുണ്യനും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ അല്ലേ? അങ്ങനെയല്ല അർത്ഥം? എല്ലാവരും പറയുന്ന അർത്ഥം അങ്ങനെ തന്നെയല്ലേ? തിരുനാമത്തിൽ മാത്രമാണോ അതല്ല വേറെ ആരുടെങ്കിലും നാമം അവിടെ നമ്മൾ ചേർക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ തിരുനാമത്തിൽ മാത്രം അല്ലേ? സംശയമുണ്ടോ ആർക്കെങ്കിലും? അള്ളാഹുവിന്റെ തിരുനാമത്തിൽ മാത്രം അല്ലേ? സംശയം. പിന്നെ എന്തുകൊണ്ടാണ് എല്ലാവരും അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് തിരുനാമത്തിൽ എന്ന് മാത്രം എന്ന് പറയാതെ അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞു നിർത്തിയത്? എന്തിനാ അങ്ങനെ ചെയ്തത്? അപ്പൊ പദാർത്ഥത്തിൽ മാത്രം ഇല്ല, യഥാർത്ഥത്തിൽ മാത്രം ഉണ്ട്. അത് തന്നെ ഇയ്യാക നഅ്ബുദു. അവിടെ പദാർത്ഥത്തിൽ നിന്നെ മാത്രം എന്നില്ല, യഥാർത്ഥത്തിൽ നിന്നെ മാത്രം ഉണ്ട്. അയാൾ പറഞ്ഞത് യഥാർത്ഥമല്ല, പദാർത്ഥത്തിൽ മാത്രമില്ല, യഥാർത്ഥത്തിൽ മാത്രമുണ്ട്. അപ്പൊ അയാളെ പരിഭാഷയിൽ യഥാർത്ഥമല്ല. ഇത് പറയിപ്പിച്ചത് നമ്മള് നാട് നീളെ ഇത് പൊക്കിപ്പിടിച്ച് മറ്റ് സുന്നി പരിഭാഷണം കാണിച്ച് ഇതാ അവിടെയെല്ലാം മാത്രമുണ്ട്, ഇയാളുടേതിൽ മാത്രമില്ല എന്ന് പറഞ്ഞ് നാട് നീളെ ചോദ്യം ചെയ്തപ്പോൾ അവർക്ക് പോലും സമ്മതിക്കേണ്ടി വന്നു യഥാർത്ഥത്തിൽ മാത്രമുണ്ട്. എന്നാൽ ഖുറാഫികളടക്കം അതിൽ സമ്മതിച്ച് നിൽക്കുമ്പോഴാ ഇപ്പോൾ ചില മനുഷ്യന്മാര് മാത്രം ഒഴിവാക്കുന്നത്. മനുഷ്യന്മാര് ഒഴിവാണ്. നിന്നോട് മാത്രം സഹായം തേടുന്നു എന്ന് പറഞ്ഞതിൽ നിന്ന് മനുഷ്യൻ ഒഴിവാണ്. നഅൂദു ബില്ലാഹ്. അതും ആര് ഒരുപാട് ആയിരങ്ങൾക്ക് തൗഹീദ് സന്ദേശം കൈമാറാൻ കാരണക്കാരനായി വർത്തിച്ച ബഹുമാന്യനായ MM അക്ബർ സാഹിബ്, അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ ചാരന്റെ കുതന്ത്രത്തിൽ പെട്ട് അദ്ദേഹം പോലും ആലോചിക്കാതെ പറഞ്ഞു പോയതായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാഹു അഅലം. അദ്ദേഹം അടക്കം പറഞ്ഞു. കേട്ടോ നിങ്ങൾ അദ്ദേഹത്തിന്റെ ആ പ്രസംഗം. നമ്മൾ ഓരോരുത്തരും ആവർത്തിച്ച് ഓരോ ദിവസവും നിർബന്ധമായ ഓരോ മുസ്ലിമും ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നു. അള്ളാഹുവിന്റെ മുന്നിൽ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പ്രതിജ്ഞയെടുക്കുകയാണ്, അള്ളാഹുവേ നിന്നെ മാത്രമാണ് ഞാൻ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞാൻ സഹായം തേടുന്നത്. ഈ ഇസ്തിആനത്ത് അള്ളാഹുവിനോട് മാത്രം എന്നത് ഒരു മുസ്ലിമിനെ കൊണ്ട് ആവർത്തിച്ച് പ്രതിജ്ഞ ചെയ്യിപ്പിക്കുന്നു. ആ പ്രതിജ്ഞ പരിശുദ്ധ ഖുർആനിലെ ഉമ്മുൽ ഖുർആൻ എന്ന സൂറത്തുൽ ഫാത്തിഹയിൽ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഈ ഇസ്തിആനത്ത് അതിൽ നിന്ന് അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട ഈ കാര്യത്തിൽ നിന്ന് ആലമുൽ ഷഹാദയിൽ അഥവാ ദൃശ്യലോകത്തെ നമ്മൾ കാണുന്ന മനുഷ്യരെ അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. എങ്ങനെ മനസ്സിലായി? പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി, തആവനു അനിൽ ബിർരി വത്തഖ്വ വലാ തആവനു അനിൽ ഉദ്വി. നന്മയുടെ കാര്യത്തിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കുക എന്ന വചനത്തിൽ നിന്ന് അവിടെ നിങ്ങൾ മനുഷ്യർ തമ്മിലുള്ള സഹകരണത്തെ കൃത്യമായി മാറ്റി നിർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല. അതാർക്കും അറിയാവുന്നതാണ്.
സഹായത്തേട്ടമെന്ന് ഇബാദത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ ആ സഹായത്തേട്ടം അദൃശ്യമായ രൂപത്തിലുള്ള സഹായത്തേട്ടമാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാകും. അവിടെ എവിടെയെങ്കിലും ഖുർആനിലെ ഏതെങ്കിലും ഒരായത്തിൽ, സ്വഹീഹായ ഏതെങ്കിലും ഒരു ഹദീസിൽ നമുക്ക് ചോദിക്കാനുള്ളത്, നമുക്ക് വളരെ ആത്മാർത്ഥമായി സ്നേഹത്തോടു കൂടി ചോദിക്കാനുള്ളത്, മനുഷ്യരെ മാറ്റി നിർത്തിയതുപോലെ ആലമുൽ ഗൈബിലെ അദൃശ്യ ലോകത്തെ ജിന്നുകളെയോ മലക്കുകളെയോ ഈ സഹായത്തേട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തിയതായി ഏതെങ്കിലും ഒരു തെളിവുണ്ടോ? ഇല്ലെങ്കിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ കഴിയുക, അള്ളാഹു നിരോധിച്ച, അള്ളാഹുവിന് മാത്രമെന്ന് പറഞ്ഞ ഇസ്തിആനത്ത് തന്നെയാണ് ബാക്കിയുള്ളവരോട് നടത്തുന്നത് എന്നാണ്. അഥവാ ജിന്നുകളോടാണെങ്കിലും മലക്കുകളോടാണെങ്കിലും നടത്തുന്നത് എന്നാണ്. രണ്ടാമത് ഇയ്യാക നസ്തഈൻ എന്ന ഇസ്തിആനത്ത്, അള്ളാഹുവിനോട് മാത്രം അർപ്പിക്കേണ്ടുന്ന ഇസ്തിആനത്ത്, ഇതിൽ നിന്ന് മനുഷ്യൻ ഒഴിവാണ്. കഴിഞ്ഞ തവണ അദ്ദേഹത്തിന്റെ പേരിൽ ഇറങ്ങിയ നോട്ടീസ് വായിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞു, മനുഷ്യൻ ഒഴിവല്ല, ഒരാളും ഒഴിവല്ല. അങ്ങനെ ഒഴിവാണെങ്കിൽ അള്ളാഹുവേ നിന്നോട് മാത്രം എന്നെങ്ങനെ പറയും? മനുഷ്യൻ ഒഴിവാണെങ്കിൽ നിന്നോട് മാത്രം എന്നെങ്ങനെ പറയും? മനുഷ്യൻ ഒഴിവല്ല, ഒരാളെയും ഒഴിവാക്കിയിട്ടില്ല. നേക്ക് നേരെ മുന്നിൽ കാണുന്ന മനുഷ്യനോട് തേടിയാലും ഇയ്യാക നസ്തഈൻ എന്ന ഇസ്തിആനത്ത് തന്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന മനുഷ്യനോട് നിർവഹിച്ചാലും അത് ശിർക്ക് തന്നെ. കാരണം എന്തേ? അത് റബ്ബിനോട് മാത്രം പോകേണ്ടതാ. അതാണ് അഭൗതികമായ തേട്ടം, അതാണ് അദൃശ്യമാകത്തെ തേട്ടം, അതാണ് ഇബാദത്താകുന്ന തേട്ടം, അതാണ് ദുആ. ആ ദുആ ആകുന്ന ഇസ്തിആനത്ത്, അതിന്റെ കോഴിക്കോട് ഖാദിയുടെ ഖുർആൻ പരിഭാഷ ഈ കാലമത്രയും നമ്മൾ വായിച്ചത്. ഇയ്യാക നസ്തഈൻ, ഇവിടെ സഹായം തേടുക എന്നാൽ പ്രാർത്ഥനയാണ് ഉദ്ദേശം എന്ന കോഴിക്കോട് ഖാദിയുടെ ഖുർആൻ പരിഭാഷ നമ്മളല്ലേ സമുദായത്തെ വായിച്ചു കേൾപ്പിച്ചത്. ഈ ഇസ്തിആനത്തിന്റെ ഉദ്ദേശം ദുആ ആണ്. ആ ദുആയിൽ നിന്ന് മനുഷ്യൻ ഒഴിവുണ്ടോ? മനുഷ്യനോട് ദുആ ചെയ്യാവുന്നുണ്ടോ? ഇല്ല. ജിന്നൊഴിവുണ്ടോ? ഇല്ല. മലക്കൊഴിവുണ്ടോ? ഇല്ല. ഒരൊറ്റ മഖ്ലൂഖും ഒഴിവില്ല. ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. എന്നിട്ട് അതിൽ നിന്ന് മനുഷ്യനെ ഒഴിവാക്കി. ഇതെന്തിനാ പറഞ്ഞത്? ജിന്നിനെ ഒഴിവാക്കിയിട്ടില്ല സ്ഥാപിക്കാൻ, ജിന്നിനെ ഒഴിവാക്കിയിട്ടില്ല എന്ന് സ്ഥാപിക്കാനാണ് മനുഷ്യനെ ഒഴിവാക്കിയത് പറഞ്ഞത്. പക്ഷേ ഞാൻ നേരത്തെ വായിച്ച ലേഖനത്തില് കരുവമ്പോൾ എഴുതിയതോ, കരുവമ്പോൾ എഴുതി സൂറത്ത് ഫാത്തിഹയിലെ ഈ ആയത്ത് പറഞ്ഞിട്ട് പറയാ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നാണ് മേൽവാക്യത്തിന്റെ അർത്ഥം. അതിൽ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞതിലെ സഹായത്തേട്ടം പ്രാർത്ഥനയാണ്. ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞ വാക്യത്തിലെ എന്ന് പറഞ്ഞതിലെ സഹായത്തേട്ടം പ്രാർത്ഥനയാണ്. എന്നിട്ട് പറയാം, ഇവിടെ അള്ളാഹുവിനോട് മാത്രം എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് മനുഷ്യരുടെ കഴിവുകൾ മാത്രമാണ് ഒഴിവാകുന്നത് എന്ന് മതത്തെ സംബന്ധിച്ച് വിവരമുള്ള ഒരാളും പറയുകയില്ല. ഇതിൽ നിന്ന് മനുഷ്യൻ മാത്രം ഒഴിവാണ് എന്ന് മതത്തെ സംബന്ധിച്ച് വിവരമുള്ള ഒരാളും പറയുകയില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞെന്താ? മനുഷ്യന്റേത് മാത്രമല്ല, സകല സൃഷ്ടികളുടെയും കഴിവുകൾക്ക് അപ്പുറത്തുള്ള തേട്ടമാണ് ഈ തേട്ടം. എല്ലാ സൃഷ്ടികളെയും, ജിന്നും മലക്കും മനുഷ്യനും അടക്കമുള്ള എല്ലാ സൃഷ്ടികളെയും കഴിവിന് അപ്പുറത്തുള്ള കാര്യങ്ങൾ തേടുന്നതാണ് ഇയ്യാക നസ്തഈൻ എന്ന ഇസ്തിആനത്ത്. അതാണ് ദുആ.